ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ റോഡിൽ കൂടെ, അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ പാറപ്പാടത്തമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭരണി നാളിൻ്റെ ഒരു ഭയങ്കര ആഘോഷമായത് കേട്ടോ. എല്ലാ കൊല്ലം ഉള്ളതാണ്. നമ്മളിവിടെ വീട് വാങ്ങിച്ചിട്ടിപ്പോൾ 8 വർഷം പൂർത്തിയായി. നമ്മൾ ഈ 8 വർഷം 25 വർഷമായിട്ട് ഇവിടെ ഈ ആഘോഷം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഓരോ രൂപങ്ങൾ, ഗരുഡന് ഒക്കെ ഇങ്ങനെ പോകും കേട്ടോ. ഞാനിതിൻ്റെ ഫുള്ള് ആ ഒരു പാട്ടും എല്ലാം ഞാനിട്ട് ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കിയതാണ്. കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാഞ്ഞിട്ട് ഒരു സങ്കടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എല്ലാം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാദ്യം ഇത് കണ്ടോ, കുറേ ഇങ്ങനെ കഴിഞ്ഞ വർഷം നമ്മുടെ കോമഡി സ്റ്റാർസ് സജിയൊക്കെ ഇല്ലേ, അവരൊക്കെയാണ് വന്നത് കഴിഞ്ഞ വർഷം കേട്ടോ. ഈ പ്രാവശ്യം ഇങ്ങനെ ഓരോ രൂപങ്ങളാണ്. അവരെ ആദ്യം ഇങ്ങനെ റോഡിൻ്റെ ഈ നമ്മുടെ കവലയായത് കേട്ടോ, അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ ആഘോഷമാക്കി വരാൻ വേണ്ടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ വിളക്കിലൊഴിച്ച എണ്ണയ്ക്കകത്ത് എല്ലാം വെള്ളം ഒന്ന് വീണായിരുന്നു. വലിയ മഴയല്ല, ചെറിയ ഒരു ചാറ്റൽ മഴ കേട്ടോ. അത് നമ്മളെ തളിച്ച് ശുദ്ധമാക്കാനായിട്ട് ദേവിയമ്മ ചെയ്തതായിരിക്കും അല്ലേ. പക്ഷേ ഈ ഉത്സവം തുടങ്ങിയ അന്ന് മുതൽ മഴയൊന്നുമില്ലായിരുന്നു. എല്ലാ ദിവസവും അടിപൊളിയായിരുന്നു. ഞങ്ങൾ അശ്വതി വിളക്കൊക്കെ തൊടാൻ ഈ പ്രാവശ്യം പോയി കേട്ടോ, രാത്രി 2 മണിക്ക്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു ഭംഗിയായിട്ട്, മഴയൊന്നും കൂടാതെ, തിരുനക്കരയമ്പലെ ഉത്സവത്തിന് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര സിനിമാ പാട്ടും ഭയങ്കര രസമായിട്ടുള്ള ഇതൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ എത്രത്തോളം ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യമാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ഒരുപാട് രസമായിരുന്നു കേട്ടോ. നല്ല ഭയങ്കര ഒരു എന്താ പറയേണ്ടത്, ഇത് കണ്ടോ, എല്ലാവരും തുള്ളുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്താണ് അവിടുത്തെ ഒരു സിനിമാ പാട്ടുകളാണ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. നല്ല രസമായിരുന്നു കേൾക്കാനൊക്കെ. നല്ല സൂപ്പർ സിനിമാ പാട്ടുകളാണ് ഇവർ വായിച്ചത്. നല്ല ഭംഗിയായിരുന്നു. ഞാൻ ഇതൊക്കെ ആദ്യം ഇട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മുടെ അച്ചായൻസ് ഗോൾഡിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അവർ എന്തോ ഒരു അവരുടെ ബിസിനസ്സിൻ്റെ വല്ലതും അഡ്വർടൈസ്മെൻറ്റിനും എല്ലാം വന്നതായിരിക്കും. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടോ, ഒരു 5 രൂപങ്ങളാകട്ടോ. ഇങ്ങനെ നല്ല രസമാണ്, നല്ല ഹൈറ്റൊക്കെ ഉണ്ട് ഇത് കേട്ടോ. നിങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ ഉത്സവ ദേവീ ക്ഷേത്രങ്ങളിൽ മിക്കവാറും ഇങ്ങനെയൊക്കെ എല്ലാവരുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എങ്കിലും എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് കരുതി കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമാകട്ടോ. ഇങ്ങനെ നമുക്ക് വെറുതെ ഇങ്ങനെ കണ്ടാൽ ഒരു ഭംഗി തോന്നത്തില്ലല്ലോ. ഭംഗിയല്ല, കാഴ്ചയ്ക്ക് നമുക്ക് സുഖമാകത്തില്ല. കാരണം നമുക്ക് ആ പാട്ടും എല്ലാം കൂടെ വന്നാലല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, വെടിക്കെട്ട് തുടങ്ങി. അയ്യോ, എത്ര നേരമായിരുന്നറിയുമോ. നല്ല രസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ പരുന്താട്ടം വന്നു. പരുന്താട്ടത്തിൻ്റെ പാട്ടുകളെല്ലാം സൂപ്പറല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് പരുന്താട്ടത്തിൻ്റെ പാട്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ വരുന്നതും ഒക്കെ നല്ല ഭംഗിയായിരുന്നു. ഇനി കുറേ സമയം, അതായത് നല്ല 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 ഭംഗിയുള്ള വെടിക്കെട്ടായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ ഫുള്ള് എടുത്ത് വെച്ചതാണ് സൗണ്ടോട് കൂടി തന്നെ. പക്ഷേ എനിക്ക് ഒരു പേടി, ഇനിയിപ്പം എങ്ങനെയാണ് ഇനി ഇത്രയും നമ്മൾ വിഷമിച്ച് അപ്ലോഡാക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും കോപ്പിറൈറ്റ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേനും ഒരു സങ്കടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളങ്ങ് വോളിയം അങ്ങ് തീരെ അങ്ങ് മ്യൂട്ടാക്കിയത് കുറേ സ്ഥലത്ത്. പിന്നെ നമുക്ക് ഇത് കണ്ടോ, ഇത് എന്തായാലും ആ ഒരു വോളിയവും എല്ലാം കൂടെ കൂട്ടി നമുക്ക് കാണുന്നതാണ് നമുക്ക് കണ്ണിന് ആനന്ദവും കാഴ്ചയ്ക്ക് ഭംഗിയും ഒക്കെ എനിക്കറിയാം. എങ്കിലും ഞാൻ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ എൻ്റെ വാട്സപ്പിൽ ശുഭ എന്താണ് വീഡിയോ ഡിലീറ്റ് ആക്കിയതെന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. വീഡിയോ ഡിലീറ്റ് ആക്കിയതിൻ്റെ കാര്യം കോപ്പിറൈറ്റ് കിട്ടി. അതുകൊണ്ടാണ്. കോപ്പിറൈറ്റ് കിട്ടിയാൽ നമ്മുടെ ചാനലിന് ദോഷമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന ഒരു ചാനലല്ലേ, അതിനി അടിച്ചു പോകുക എന്ന് പറയുമ്പോഴത്തേനും ഒരു സങ്കടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മ്യൂട്ടാക്കിയത് കേട്ടോ. പക്ഷേ നല്ല രസമാണ് കേട്ടോ ഈ വെടിക്കെട്ടൊക്കെ കാണാനായിട്ട്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും ഉണ്ട്. എങ്കിലും എനിക്ക് ശുഭ നായർ വ്ളോഗ്
യൂട്യൂബ് ചാനൽ എനിക്ക് ഇടണമെന്നങ്ങ് തോന്നി കേട്ടോ. ഇനിയും കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല ഭംഗിയായിരുന്നു. നിങ്ങൾ കാണുക കേട്ടോ. ഇങ്ങനെ ഒരു സൗണ്ട് ഇല്ലാതെ കണ്ടാൽ എന്താ ഭംഗിയെന്നറിയില്ല, എന്നാലും കുറച്ച് നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടെ ഈ വെടിക്കെട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗരുഡനും പരുന്താട്ടവും എല്ലാം വന്നത് കേട്ടോ. പരുന്താട്ടമൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്ത് രസമായിട്ടായിരുന്നു അത് കളിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുന്ന് അത് തിരുവാതിക്ക വഴി ചെന്ന് പാറപ്പാടത്ത് അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് ഗരുഡൻ, ഇരട്ട ഗരുഡൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ഗാനമേളയുണ്ട്. അങ്ങനെ അങ്ങോട്ടെങ്ങും നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ആളാകട്ടോ. അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ തിരുനക്കര അമ്പലം എന്ന് പറഞ്ഞാൽ വേറൊരിതാണ്. ഇവിടെ പാറപ്പാടത്ത് എന്ന് പറയുമ്പം നമ്മുടെ തൊട്ടടുത്താണ്, നമ്മുടെ ബാക്കിലുള്ള റോഡിൽ കൂടെ ഉള്ള ഒരു അമ്പലമാണ്. നമ്മൾ ഈ അമ്മയുടെ മണ്ണിലാണ് കിടക്കുന്നത്. എല്ലാം കൊണ്ടും ഒരു ഭാഗ്യമായിട്ട് എനിക്കിപ്പം തോന്നുന്നത് കേട്ടോ. തിരുനക്കര അമ്പലമാണെങ്കിലും അത് ആറാടാൻ വരുന്നത് നമ്മുടെ ഇവിടെ അടുത്ത്, നമ്മുടെ പാറപ്പാടത്തമ്മയുടെ ഇത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുന്നത് നമ്മുടെ ഇവിടെ തൊട്ട് നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ഒരാളാകട്ടോ. ഇങ്ങനെ ഞാൻ എപ്പോഴും നമ്മൾ റെൻറ്റിനൊക്കെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു എനിക്ക് അമ്പലം അടുത്തുള്ള ഒരു വീട് കിട്ടണേ ദൈവമേ എന്ന് ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. ദൈവം അതെനിക്ക് സാധിച്ചു തന്നു. ഇതൊക്കെ കാണുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടുത്തൂടെയൊക്കെ വരുമ്പോഴും ഒക്കെയാണ് നമുക്ക് പ്രാർത്ഥനയിൽ എനിക്ക് എൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം എനിക്കെല്ലാം സാധിച്ചു തന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അത് ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം ഇത് കണ്ടോ, വെടിക്കെട്ടും ആ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എനിക്ക് തോന്നിയത്. വെടിക്കെട്ട് നടക്കുന്ന ഒരിടത്ത് ഇങ്ങനെ ഭയങ്കര മേളമാകട്ടോ. ആ മേളം മാത്രം കേട്ടാൽ മതി, എന്തു രസമാണ് കേട്ട് നിൽക്കാമെന്ന്. അപ്പോൾ ആ മേളത്തോടു കൂടി പരുന്താട്ടം വരുന്നു. പരുന്താട്ടത്തിൻ്റെ ആ പാട്ട് എല്ലാം ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇനിയും കോപ്പിറൈറ്റ് കിട്ടിയാൽ, അതായത് കുറച്ച് സ്ഥലത്ത് ഒരു ചെറിയ ഓളിയെത്തി ഞാൻ വോയിസ് സൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും കോപ്പിറൈറ്റ് കിട്ടിയാൽ ഞാൻ ഈ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആക്കും. അല്ലാതെ എന്ത് ചെയ്യാനായിട്ടാണ്, നമുക്ക് ഒരുപാട് സമയമെടുത്താണ് നമ്മളിത് സേവ് ചെയ്ത് അപ്ലോഡാക്കി നമ്മൾ ഒന്ന് ആക്കുന്നത്. അപ്പോൾ വീണ്ടും കോപ്പിറൈറ്റ് കിട്ടിയാൽ പിന്നെ അങ്ങ് ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ എന്തായാലും പരുന്താട്ടം നല്ല രസമായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഇങ്ങനെ അടുത്ത് നിന്ന് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര തിരക്ക് കാണുമ്പോഴത്തേനും നമ്മളൊരു സൈഡിൽ, ഞാനും മക്കൾസ് മാത്രമേ കാണുകയുള്ളൂ മിക്ക വർഷവും. അപ്പം ഞങ്ങളൊരു സൈഡിലേക്ക് മാറി നിന്ന് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ച് ഒന്നുകിൽ അമ്പലം വരെ വേറെ വഴി കൂടെ നടന്നു പോകും, അല്ലെങ്കിൽ അത് ഒരു പ്രാവശ്യം കണ്ടേ പോയിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടങ്ങ് പോകും. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പരുന്താട്ടവും കാര്യങ്ങളും ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. എല്ലാം നമ്മൾ അടുത്ത് നിന്ന് കണ്ടു കേട്ടോ. തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല ഒരു രസമാണ്. ആ പാട്ടും അവരുടെ ആ കളിയും എല്ലാം ഇങ്ങനെ കണ്ട് ഒരുപാട് നേരം അവിടെ നമ്മൾ നിന്ന് കേട്ടോ. ശരിക്കും പറയുവാണെങ്കിൽ ഒരു 6 മണിക്ക് തുടങ്ങിയിട്ട് നമ്മുടെ ഇവിടുന്ന് പോയപ്പോൾ 9 മണിയായി കേട്ടോ. അത്രയും ടൈമിലും ഭയങ്കരമായിട്ടും മേളവും എന്താ പറയുന്നത്, അതൊരു ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് പേടിച്ചിട്ടാണ് സൗണ്ട് ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നല്ല സൗണ്ട് ഇട്ട് കോപ്പിറൈറ്റ് കിട്ടുകയില്ലാത്ത പാട്ടുകളൊക്കെയാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായി. ഇത് പാട്ടും ഇങ്ങനത്തെ ഒന്നും കാണാതെ ഇതിങ്ങനെ കണ്ടാൽ നമുക്കൊരു രസമാവില്ലല്ലേ. നിങ്ങൾ നിങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ പോയി കാണുക കേട്ടോ. പരുന്താട്ടം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. പരുന്താട്ടത്തിൻ്റെ ആ പാട്ടാണ് ഭയങ്കര രസമല്ലേ. എനിക്കല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരുന്താട്ടത്തിൻ്റെ പാട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു കേട്ടോ. നമ്മൾ തിരുവാതിക്ക വരെ പോയി. പിന്നെ ഗരുഡൻ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പഴം എറിഞ്ഞു തരും, അത് പിടിക്കുക ഒക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമല്ലേ. ഒരു ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഇങ്ങനെ പഴം എറിഞ്ഞു തരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എൻ്റെ ഉന്നം നോക്കി അവർ 3-4 എറിഞ്ഞു തന്നു. പക്ഷേ എനിക്ക് ആ 4 പിടിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ചാടി പിടിക്കുക. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് ചെണ്ട കുട്ടി ഒരാൾ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിലോട്ട് എൻ്റെ അമ്മ തരുന്ന പോലെ എനിക്ക് ഗരുഡൻ എനിക്ക് എറിഞ്ഞു തന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഒത്തിരി
ഒത്തിരി അനുഭവങ്ങൾ ഈ ഒരു സമയത്തുണ്ടായി. പിന്നെ എൻ്റെ മക്കൾസിനും കിട്ടി. അവരും എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം 3, 4 ഒന്നിച്ച് ഇങ്ങനെ എറിഞ്ഞ് തരുമ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കുന്നതും ഒക്കെ ഒരുപാടൊരു രസമല്ലേ. ഞാൻ എന്നിട്ട് പിടിച്ചില്ലെന്നും പറഞ്ഞ് എന്നെ എല്ലാവരും കളിയാക്കി കേട്ടോ. പക്ഷേ നമുക്ക് അങ്ങനെ ചാടി ഇങ്ങോട്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ചെണ്ട കൊട്ടുന്ന ആൾ പറഞ്ഞ് ഇങ്ങോട്ടൊന്ന് എറിഞ്ഞു കൊടുക്കുക. പക്ഷേ എനിക്ക് എൻ്റെ നേരെ നോക്കി എറിഞ്ഞതെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതിവിടെയൊക്കെ നല്ല ശരിക്കും നല്ല പാട്ടാകട്ടോ. അത്തന്തോം തിന്നന്തോം തന്നെ തിന്നനെന്താനോ അങ്ങനെയൊന്നും അല്ല, എങ്കിലും ആ ഒരു പാട്ടില്ലേ, അതാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് കേട്ടോ. ആ പാട്ടിൻ്റെ ലിറിക്സ് പോലും ശരിയല്ല കേട്ടോ. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ട്യൂൺ ഞാൻ പാടിയതാണ് കേട്ടോ. കണ്ടോ എന്ത് രസമാണെന്ന് കണ്ടോ, നല്ല രസം. ഇവർ അടുത്ത് വന്ന് ഇങ്ങനെ പാട്ടും ആ ഒരു അവരുടെ ചലനങ്ങളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ കുറേ സമയം അവിടെ അങ്ങ് നിന്ന് കേട്ടോ. ഈ പ്രാവശ്യമാണ് ഒരു 6 മണിക്ക് പോയിട്ട് ഞങ്ങൾ 10:30, 10:45 വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ റോഡിൽ നിന്ന് അമ്പലത്തിലോട്ടൊന്നും പോയില്ലെങ്കിൽ നമ്മുടെ റോഡിൽ തന്നെ നിന്ന് കേട്ടോ. ഇവർ പോയ പുറകെ വേറൊരു സെറ്റും പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഗരുഡൻ, ഇതിൻ്റെ പുറകെയാണ് ഗരുഡൻ വരുന്നത്. നിങ്ങൾ കാണുക കേട്ടോ.
ഭരതനാട്യം അങ്ങും ഫ്രണ്ടിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ പുറകെ പുറകെ വന്നു കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അവരുടെ ആ സെറ്റിങ്സും കാര്യങ്ങളും. ഇതൊരു മനുഷ്യനല്ലേ അല്ലേ. ഇവിടെ പിന്നെ ഭയങ്കര സിനിമാ പാട്ടുകളാണ് കേട്ടോ. അതല്ല എല്ലാവരും കിടന്ന് തുള്ളുന്നത്. അതിൽ ഒരാളുടെ കാര്യം നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നറിയുമ്പോഴത്തേനും അങ്ങ് ഭയങ്കരമായിട്ടും കൂടുമല്ലോ. അപ്പം നമ്മൾ ഒന്ന് ചിരിക്കുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ പിന്നെ അതങ്ങ് ഭയങ്കര ഇതാകും കേട്ടോ. നല്ല രസമായിരുന്നു. ഇതിൽ ഒരാളുണ്ടായിരുന്നു, അങ്ങേരെ ഇതിനകത്ത് കിട്ടിയില്ലെന്ന് തോന്നി. ഇതല്ല, ഒരു ബ്രൗൺ ഷർട്ടിട്ട ഒരാൾ. നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല നല്ല രസമായിരുന്നു കാണാനായിട്ട്. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. എന്ത് ചെയ്യാനാ. എല്ലാം സിനിമ പാട്ടുകളാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അങ്ങേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ദേ ഈ പോകുന്ന ബ്രൗൺ ഷർട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ ആരാ എന്താന്ന് പോലും നമുക്കറിയില്ല. ആ പാട്ടിനനുസരിച്ചുള്ള നൃത്ത ചുവടുകളായി കാണുന്നതൊക്കെ കേട്ടോ. ഇപ്പം ഗരുഡൻ വന്നു. ഇരട്ട ഗരുഡനാണ്. ഗരുഡൻ ഇങ്ങനെ എല്ലാവർക്കും പഴമിട്ട് കൊടുക്കുകയും ആ പഴം പിടിക്കാനായിട്ടുള്ള ഒരു ഇതും ഒക്കെയാണ് എല്ലാവരും ഇനി കാണിക്കുന്നത്. എന്തായാലും ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അമ്മയുടെ ഇവിടെ നിന്നും നമ്മുടെ ഈ ഒരു ഇവിടെ നിന്നും ഇത്രയും ഒരു ഇതായിട്ട് അമ്മയുടെ അടുത്തോട്ട് ഒന്ന് ഇതായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ആഘോഷമായിട്ട് പോകുന്നതേ ഒരു ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഇവിടുന്ന് അത് കാണുന്നതും എല്ലാം. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഇവരിങ്ങനെ റൗണ്ട് ചുറ്റും കേട്ടോ. അതൊക്കെ നല്ല രസമാണ് കാണാൻ. കറങ്ങും ഇങ്ങനെ. കൊച്ചു കുട്ടികളെയൊക്കെ പിള്ളേരെല്ലാം കിടന്ന് ഭയങ്കര കരച്ചിലൊക്കെയാണ്. കാരണം ഈ ഒരു വേഷമൊക്കെ കാണുമ്പോഴേ കൊച്ചു കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്താ സംഭവമെന്ന്. അതൊക്കെ ഓരോ വഴിപാടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം ഓരോ വഴിപാടാണല്ലോ. ഇവർ ഒരുപാട് ദിവസം വ്രതം എടുത്തൊക്കെ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് തിക്കും തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു സൈഡിൽ മാറി നിന്നുകൊണ്ട് നമ്മൾ കാണുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പിക്കുട്ടൻ നമ്മളെ ഇങ്ങനെ പിടിച്ചത് നമ്മൾ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. അങ്ങോട്ടൊക്കെ ഫ്രണ്ടിലോട്ടൊക്കെ പോയാൽ ശരിക്കും പോയി കാണാം കേട്ടോ. പക്ഷെ ഞങ്ങളെ സമ്മതിക്കത്തില്ല അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ഒരു സൈഡ് നിന്നുകൊണ്ട് നമ്മളെ റോഡിൻ്റെ സൈഡ് നിന്നുകൊണ്ട് നമ്മൾ കണ്ടു. ഇനി ഗരുഡൻ ഇങ്ങനെ നന്നായിട്ട് കളിക്കാനൊക്കെ തുടങ്ങി. അവരുടെ ചെണ്ടമേളത്തിനനുസരിച്ച് അവരുടെ ഗരുഡൻ കളികളും എല്ലാമായിട്ട് ഞങ്ങളിങ്ങനെ തിരുവാതിക്ക വരെ പോയി കേട്ടോ. അപ്പം തിരുവാതിക്ക വരെ ചെന്നിട്ട് തിരിച്ചു പോരാന്ന് കരുതി ഇങ്ങനെ പഴമൊക്കെ എറിഞ്ഞ് കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തിരുവാതിക്ക വരെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമായിരുന്നേ. അതിൻ്റെ ഇടയ്ക്കുള്ള അടിപിടിയൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ദാണ്ട അടുത്ത സെറ്റ് വരുന്നു. അതിൻ്റെ കൂടെ നല്ല രസമായിരുന്നു കേട്ടോ. കുമ്പോടം ഉണ്ടായിരുന്നു. പിന്നെ ദേ വരുന്നു കണ്ടോ. ഈ കുമ്പോടത്തിൻ്റെയൊക്കെ സ്റ്റെപ്പൊക്കെ ഭയങ്കര സിനിമാ പാട്ടുകളായിട്ടിരുന്നേ. അതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് അതെല്ലാം ഞാൻ കളഞ്ഞു കേട്ടോ. നല്ല പാട്ടുകളാണ് കേട്ടോ.
ഈ സെറ്റുകാർ നല്ല പാട്ടുകളായിട്ടിരുന്നത്. നല്ല രസമുള്ള പാട്ടുകളായിരുന്നു കേട്ടോ. എല്ലാം സിനിമാ പാട്ടുകളായിരുന്നു. നമുക്ക് എപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഞാനതല്ല. പിന്നെ റോഡിൽ ഇങ്ങനത്തെ ഈ ലേഡീസിൻ്റെ തിരുവാതിര എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ ഈ ചാടിക്കളിക്കുന്ന ഒരു സ്റ്റെപ്പായിട്ട് അതിൻ്റെ പാട്ടും സൂപ്പറായിരുന്നു. ആ പാട്ടും എനിക്ക് പേടിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പാട്ടെല്ലാം ഇട്ടാണ് ആദ്യം ഞാനിട്ട വീഡിയോയിൽ ഈ പാട്ടുകളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. നല്ല പാട്ടുകളായിരുന്നു എല്ലാം. അവർ കളിച്ചത്, അവർ കുറച്ച് പേരെ ഉള്ളായിരുന്നു, എങ്കിലും ഭയങ്കര രസമായിരുന്നു അവരുടെ കളി കാണാനായിട്ട് കേട്ടോ റോഡിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുമ്പോടം ഉണ്ടായിരുന്നു. കുമ്പോടത്തിൻ്റെ സ്റ്റെപ്പൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ അതെല്ലാം സിനിമാ പാട്ടുകളായിരുന്നു. അതുകൊണ്ട് പേടിച്ച് ഞാൻ അതെല്ലാം ഡിലീറ്റ് ആക്കി. ഇവരുടെ നല്ല ഭംഗിയാണ്, പറയാൻ പറ്റത്തില്ല, അതുപോലെ അവർ കളിച്ചു. പിന്നെ ഈ കളിക്കുന്നത് മുഴുവനുണ്ടല്ലോ നല്ല സൂപ്പർ സിനിമാ പാട്ടുകളാണ്. അത് നമുക്ക് പറ്റത്തില്ലല്ലോ. പക്ഷേ ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്കൊരു രസം തോന്നത്തുമില്ല, നിങ്ങൾക്കെന്നല്ല ആർക്കും. അതിൻ്റെ പാട്ടും കൂടി ഇട്ട് അവർ കളിക്കുന്നതും കൂടെ കാണുമ്പോഴാണ് നമുക്കൊരു ഭയങ്കര രസം അല്ലേ. ഇവർ വന്നപ്പോൾ ഒരു 10:30 മണിയൊക്കെ ആകാറായി കേട്ടോ. ഇവർ രണ്ടാമത്തെ സെറ്റ് വന്നപ്പോൾ. ഇനി ഇങ്ങനെ പല സൈഡിൽ നിന്നും വരുന്നവരെല്ലാവരും കൂടെ രാത്രി 12:30 1 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഗരുഡനുണ്ട്. എല്ലാം കൂടെ ഒത്തുകൂടി അമ്പലത്തിൽ വന്നിട്ട് വെളുപ്പിന് വരെ എങ്ങാണ്ടുണ്ട് അവിടെ ഓരോ പരിപാടികൾ. തെയ്യം, ഇങ്ങനെ ഗരുഡന്മാരെല്ലാം കൂടെ കളിക്കുന്നത്, പിന്നെ ഇങ്ങനെ ചെല്ലുന്ന കുമ്പോടത്തിൻ്റെ ഒരു ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുമ്പോടം എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ വശത്തു നിന്നും, നാടിൻ്റെ നാനാവശത്തു നിന്നും വരുന്നവരെല്ലാവരും കൂടെ പാറപ്പാടത്തമ്മയുടെ അമ്പലത്തിൽ ചെന്നിട്ട് വെളുപ്പിനെങ്ങാണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ശാന്തമാകുന്നു. കൊടി ഇറങ്ങുന്നത് അന്ന് പകൽ 2 മണിക്ക് കൊടി ഇറങ്ങും കേട്ടോ. അങ്ങനെ എല്ലാം തീർന്നു. തിരുനക്കരയിലെ ഉത്സവം കഴിഞ്ഞു, പാറപ്പാടത്തെ അമ്പലത്തിലെ ഉത്സവവും കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ പാട്ടിട്ടിട്ടൊന്ന് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമുള്ള പാട്ടുകളായിരുന്നു കേട്ടോ. എനിക്കിതിൽ കൂടുതൽ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ രസമായിരുന്നു. ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് ഫുള്ള് കണ്ടിട്ടാകട്ടോ. ഫുള്ള് തീർന്നില്ല. അതിന് മുന്നേ ഗരുഡൻ കയറി. ഇതും ഇരട്ട ഗരുഡനായിരുന്നു. ഇവരുടെ കൂടെ ഇരട്ട ഗരുഡനായിരുന്നു. ഗരുഡൻ കയറിയ സമയത്ത് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വന്നപ്പോൾ 11 മണിയായി. പക്ഷെ എങ്ങനെ പോരാൻ തോന്നുന്നു. എന്ത് രസമല്ലേ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പക്ഷെ എനിക്ക് അവിടെ നിന്നപ്പോഴൊക്കെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കൂടെ പോയത്, നമ്മൾ ഒരുപാട് വർഷം തിരുനക്കര റെൻറ്റിനൊക്കെ താമസമല്ല, ഇങ്ങനെ ഒരു അമ്മയുടെ മണ്ണിലോട്ട് വന്നതൊരു മഹാഭാഗ്യം.